നീതി നമ്മെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവമുമ്പിൽ, സത്യദൈവത്തിൻ്റെ മുമ്പിലുള്ള നീതി, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നത് നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ, സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുവാൻ, ശരീരത്തിനും ആത്മാവിലും ജീവൻ പ്രാപിക്കുവാൻ കാരണമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. പാപം നമ്മളെ നേരെ കൊല്ലും. പാപം, അപ്പോൾ എല്ലാ മനുഷ്യരും അനർത്ഥങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ മരിക്കുന്നത്, ആ എല്ലാ മരണവും ദൈവം നിശ്ചയിച്ച സമയത്ത് മരിക്കുന്നതല്ല. പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങുന്നതാണ് പൊതുവെ നാം കാണുന്നത്. കാരണം ഈ ലോകത്തിൽ പാപവും രോഗവും കടക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തതോടുകൂടിയാണ് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നത്. പ്രോവർബ്സ് 2:21-22 ഇങ്ങനെ വായിക്കുന്നു. സുഭാഷിതങ്ങൾ അഥവാ സദൃശവാക്യങ്ങൾ 2:21-22. ഫോർ ദ അപ്രൈറ്റ് വിൽ ഡ്വെൽ ഇൻ ദ ലാൻഡ്. നേരുള്ളവർ ആ ഭൂമിയിൽ വസിക്കും. ആൻഡ് ബ്ലെയിംലെസ് വിൽ റിമെയിൻ ഇൻ ഇറ്റ്. കുറ്റമറ്റവർ ഈ ഭൂമിയിൽ വസിക്കുമെന്ന്, അവർ ആയുസ്സോടെ ജീവിക്കുമെന്ന്. ബട്ട് ദ വിക്കഡ് വിൽ ബി കട്ട് ഓഫ് ഫ്രം ദി എർത്ത്. എന്നാൽ ദുഷ്ടന്മാർ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെടും. അത് അവരുടെ ആയുസ് തികഞ്ഞുകൊണ്ടല്ല, ദുഷ്ടത മൂലം അവർ ഛേദിക്കപ്പെടുമെന്നാണ്. ആൻഡ് ദ അൺഫെയ്ത്ത്ഫുൾ വിൽ ബി അപ്രൂട്ടഡ് ഫ്രം ഇറ്റ്. അവിശ്വസ്തരായവർ ഭൂമിയിൽ നിന്ന് വേരോടെ എറിയപ്പെടും. അപ്പം നിങ്ങളുടെ പാപം നിങ്ങളെ കൊല്ലുമെന്ന് അർത്ഥം. പാപം നിങ്ങളെ നേരത്തെ മരണത്തിനും രോഗത്തിനും ദുഃഖത്തിനും മനപ്പീഡയ്ക്കും മാത്രമല്ല, നിത്യദുഃഖത്തിനും നിത്യനരകത്തിനും കാരണമാക്കും. ഇത് നമ്മുടെ അഭിപ്രായമല്ല. നമ്മളെ സൃഷ്ടിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തിരിക്കുന്നതാണ്. ഈ ദൈവം പറഞ്ഞ കാര്യം നിരസിച്ചാൽ, സ്വീകരിക്കാനും നിരസിക്കാനും അതിന് നമുക്ക് അവകാശമുണ്ട്. പക്ഷെ നിരസിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതവും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ആൻഡ് ദ വിക്കഡ് വിൽ ബി കട്ട് ഓഫ്. നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നവർ, നമ്മൾ കൂടി നിൽക്കുന്ന സംഘടനയോ നമ്മുടെ മതമോ നമ്മുടെ ജാതിയോ, ഇതൊന്നും നമ്മളുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വേർപെട്ടാൽ ഇവരാരും കൂടെ കാണുകയില്ല. നമ്മൾ ഒറ്റയ്ക്ക് നീതിയായി വിധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ആ ദൈവത്തിൻ്റെ ശിക്ഷയോ അഥവാ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോ അനുഭവിക്കുവാൻ, പ്രതിഫലമോ നേടുവാനായിട്ട് ഒറ്റയ്ക്ക് ചെല്ലേണ്ടി വരും. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന മരിച്ച അനുഭവങ്ങൾ, 3 ദിവസം വരെ മരിച്ചിട്ട് ജീവൻ പ്രാപിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെ, നിങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാം നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അനേക മനുഷ്യർ, മണിക്കൂറുകൾ മരിച്ചവർ, മിനിറ്റുകൾ മരിച്ചവർ. അപ്പോൾ അവരുടെ ആത്മാവ്, അനേകരുടെ അനുഭവം, അവരുടെ ആത്മാവ് നരകത്തീയിലേക്ക് പിശാചുക്കൾ അവരെ കൊണ്ടുപോകുന്നതും അതിഭീകരമായ അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നിരസിക്കാം സ്വന്തമായി. അതായത് ബുദ്ധിയുള്ളമാൻ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്നു. എന്നാൽ മൂഢനോ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നല്ല, സ്വയം അനുഭവിച്ച് പാഠം പഠിക്കുകയുള്ളൂ. അന്നേരത്തേക്കും അവൻ്റെ പാഠം പ്രത്യേകിച്ച് പഠിക്കാനില്ല. കാരണം അവൻ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. ഒരുവൻ നരകത്തിൽ പതിച്ചു കഴിഞ്ഞിട്ട് അവൻ പ്രത്യേകിച്ച് പാഠം പഠിച്ച് പിന്നെ സ്വർഗത്തിലേക്ക് കയറാൻ സാധിക്കുകയില്ല. അത് പറയുന്നതും വഞ്ചകന്മാരാണ്. വഞ്ചകന്മാരും അന്ധന്മാരുമാണ് അങ്ങനെയും പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ ശരീരം വിട്ടിട്ട് നിങ്ങൾക്ക് പിന്നീട് മനംമാറ്റം വരാൻ കഴിയില്ല. പ്രോവർബ്സ് 3:1 പോലെ ഇങ്ങനെ കാണുന്നു. മൈ സൺ, ഡു നോട്ട് ഫോർഗെറ്റ് മൈ ലോ. മകനെ, എൻ്റെ നിയമങ്ങൾ നീ മറക്കരുത്. ബട്ട് ലെറ്റ് യുവർ ഹാർട്ട് കീപ് മൈ കമാൻഡ്സ്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ
പാലിക്കുവാനിടയാകട്ടെ. ദൈവകൽപ്പനകൾ നിന്റെ ഹൃദയം പാലിച്ചാൽ നിനക്ക് ജീവനും സൗഖ്യവുമായിരിക്കും. അതിൻ്റെ 2-ാം വാക്യം, ഫോർ ലെങ്ത് ഓഫ് ഡേയ്സ് ആൻഡ് ലോങ് ലൈഫ് ആൻഡ് പീസ് ദേ വിൽ ആഡ് യു. ദൈവകൽപ്പനകൾ പ്രാപിക്കുന്നവന് ജീവൻ പ്രാപിക്കുന്നു. കാരണം യേശു വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനുമാണ്. എന്നാൽ പിശാച് വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. അങ്ങനെ എൻ്റെ കൽപ്പനകൾ നീ പാലിച്ചാൽ, 2-ാം വാക്യം, ഫോർ ലെങ്ത് ഓഫ് ഡേയ്സ് ആൻഡ് ലോങ് ലൈഫ്, ദീർഘായുസ്സു നിനക്ക് പ്രാപിക്കാൻ സാധിക്കും. ആൻഡ് പീസ് ദേ വിൽ ആഡ് യു, ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും നിനക്ക് നൽകും. ദൈവം രോഗത്തിലും നിന്റെ കിടക്ക മാറ്റിവരിച്ച് നിനക്ക് ആരോഗ്യവും നിനക്ക് ശക്തിയും പ്രദാനം ചെയ്യും. കാരണം ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, സത്യദൈവത്തിൻ്റെ ആത്മാവിനെ, ജീവിപ്പിക്കുന്ന ആത്മാവിനെ പ്രാപിക്കുന്നവർ, ആ ജീവൻ നൽകുന്ന ആത്മാവാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ, സാങ്കല്പികമായ ഒരു ദൈവത്തെ അല്ല, അഥവാ പ്രതിമയെ അല്ല, മറിച്ച് ജീവനുള്ള സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് യഥാർത്ഥമായ ജീവൻ പ്രാപിച്ചാൽ അതിൻ്റെ ഗുണം നമുക്കാണ്. നമുക്ക് ഈ ലോകത്തിൽ അതിൻ്റെ പ്രതിഫലമുണ്ട്, വരാനിരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ സത്യദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചാൽ, ആ കൽപ്പന എന്തിനാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായി എഴുതി തന്നിരിക്കുന്നതാണ്. നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് തന്നിരിക്കുന്നത് എൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്, പോയാൽ ഞാൻ എന്നേക്കുമായി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൽപ്പനയെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഗൈഡ് ബുക്കാണിത്. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളഞ്ഞു കുളിക്കും, എന്നേക്കുമായി ദുഃഖിക്കേണ്ടി വരും. അയ്യോ, ആ സമയത്ത് എനിക്ക് ബോധം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് തിരിച്ചറിവ് പ്രാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ജീവിതം എന്തിനായിട്ടാണ് ദൈവം എന്നെ ശിക്ഷിച്ചത്, അത് മനസ്സിലാക്കുക, അതിനുവേണ്ടി ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ നിത്യ ദുഃഖത്തിൽ ഇരയാകേണ്ടി വന്നല്ലോ എന്നോർത്ത് നിത്യമായി വിലപിക്കുവാനിടയാവും. അന്ന് ഇവരാരും കൂടെ കാണുകയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളെ രക്ഷിക്കുന്ന, നമുക്ക് പാപമോചനം തരാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വസിക്കുന്ന യേശുവെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. നമുക്ക് പാപമോചനം കിട്ടും, പാപത്തിൽ നിന്നുള്ള രക്ഷ കിട്ടും, സമാധാനവും നിത്യജീവനും കിട്ടും. അതോടുകൂടി ഒന്നാമത് ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും ലഭിക്കും. നിങ്ങളിത് പ്രാപിക്കുവാനിടയാകട്ടെ. ആമേൻ.